എന്നാ പിന്നെ ഒന്ന് പോയി നോക്കല്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടി കൊണ്ട് നാട്ടിലിട്ടിട്ട് ബസ് തരുവാ. അതിന് അല്ല, നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള സൂചന ഒഴിവാക്കുന്നത് തന്നെയല്ല. നമ്മളതിനിവിടെ ഇല്ല സുമ, പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പട്ടികളുടെ കാര്യം. ഒരുപാട് മൂളിപ്പോവാതെ മടക്കുപാറയുടെ വശത്തൂടെ നമുക്ക് താഴോട്ടിറങ്ങാം. കാരണം കുന്ന് കയറുന്നോറും പട്ടികളുടെ ടെറിട്ടറി പോലെ. ഞാനും അവറ്റകൾക്ക് എന്തെങ്കിലും പന്തിയോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടാൻ സമീപത്തില്ല. ആ, അതിനുള്ള ആളിവിടെ ഉണ്ടല്ലോ, ചോദിച്ചാൽ മതി. ഇല്ല ഏട്ടാ, അന്ന് കുന്ന് കയറിയപ്പോൾ പിടിയിട്ട് കാണുമല്ലോ. നിനക്കെങ്ങനെ മനസ്സിലായി ഞാനായിരുന്നു? ഇപ്പൊ സമ്മതിച്ചില്ലേ? അപ്പൊ മനസ്സിലായി. എന്നാ കുട്ടി PSC അപേക്ഷയാണോ? PSC ഈ പ്രായത്തിലോ? എന്നാ പരിപാടി? എന്നാ പരിപാടി? നാട്ടിലേക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതിന് ഈ ബോർഡർ കിടന്ന് കർണാടകത്തിൽ വന്ന് പോസ്റ്റ് ചെയ്യണോ? ഇനി ഇൻട്രസ്റ്റേറ്റ് മെയിലിന്റെ കൂടെ കുത്തി മറിഞ്ഞിട്ടൊക്കെ വേണ്ടേ സാധനം തിരിച്ച് കേരളത്തിലെത്താൻ? അല്ല, ഞാൻ ഇതിനായിട്ട് വന്നതല്ല. ഇവിടെ അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഓ, അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ കൂട്ടത്തിലങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ലെറ്ററും താൻ വരുന്ന വഴി പെട്ടെന്ന് ജീപ്പിലിരുന്ന് എഴുതിയതായിരിക്കും അല്ലേ? 12:30. എന്താ സംഭവം? അതെന്നാ 12? സാജൻ പോൾ, സോയി കുര്യൻ, ജോസൂട്ടി, രവീഷണായി. ഒളിവിൽ പോകുന്നതിന് മുമ്പ് കുര്യച്ചൻ തന്നെ എഴുതി ഏൽപ്പിച്ചതാ. നിപ്പ് നീളുവാണെങ്കിൽ കുറച്ച് മാസം ഇടവിട്ട് പോസ്റ്റ് ചെയ്യാൻ. ഈ ലാസ്റ്റ് പോയ പോക്കൽ എഴുതി ഏൽപ്പിച്ചാണോ ഇത്രയും? അല്ല, കുറെ മുമ്പേ തൊട്ടുള്ളതുണ്ട്. കുര്യച്ചന്റെ പണ്ട് പോലെയുള്ള രീതിയാ. ചേട്ടത്തേക്ക് മാത്രമല്ല, ഇതുപോലെ പലർക്കും വായിക്കാനുള്ളതുണ്ട്. മഹാഭാവി, നീയൊക്കെ കാരണം ആള് ചത്തോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിക്കാൻ വയ്യല്ലോടൂ. ഇനിയെങ്കിലും പറ പൊട്ടി, എവിടെ ഉണ്ടായത്? എനിക്കറിയില്ല. നിർത്തിക്കോ, ചിരിച്ചു കളിച്ച് തോളി കയറ്റാലും ആവശ്യത്തിന് പറ്റിച്ചിട്ടുണ്ട്. തന്റെ ഷെയർ കൂടി എനിക്ക് വേണ്ട. എനിക്കറിയില്ല.